സംപൂജ്യരായ ബഹുമാനിതരായ സ്നേഹിതരായ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു പ്രത്യേക വിഷയത്തെ പറ്റി അത് ചർച്ച ചെയ്യുന്നതിനുള്ള ഇവിടെ നൽകുന്നതിനുള്ള ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നു. മിശ്ര വിവാഹം എന്നുള്ളതാണ് വിഷയം എന്നാണ് ഞാൻ അറിയുന്നത്. രണ്ട് വാക്ക് അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ അതിൽ നിന്ന് വേറിട്ട് ഒന്ന് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു സംരംഭമാണ് ഇന്ന് ഡൽഹി യൂണിയൻ ഇവിടെ പ്രാരംഭിച്ചിരിക്കുന്നത്. സ്വാത്വികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗുരുദേവനെ പറ്റിയുള്ള ഒരു പ്രബോധനം വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ പ്രഭാഷണം ചെയ്യുന്ന മഹത് വ്യക്തി പറഞ്ഞ ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് അവിടെ. വാസ്തവത്തിൽ ഈ സമുദായത്തിൽ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാതെ പോകുന്ന ഒരു സമുദായം ഉണ്ടായി എങ്കിൽ അത് ഈ സമുദായത്തിന്റെ സംഘടന അല്ലെങ്കിൽ യോഗമാണെന്നുകൂടും. എന്നാൽ അതിനുള്ള വേദികൾ ഒരുക്കുക എന്നൊരു കാര്യം അവര് ഒരിക്കലും ചെയ്തിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് തന്നെ വളരെ വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വിഷയം തുടങ്ങിയത് കൊണ്ട് വിശേഷമായതുകൊണ്ട് കാര്യമില്ല. ആ വിശേഷത്തോട് പ്രതികരിക്കുന്ന ഒരു സമുദായമാണ് നമുക്ക് വേണ്ടത്. അതിനാൽ ഇതിന്റെ ആരംഭത്തെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ അറിയുന്ന ആൾക്കാരുമായിട്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട്, കുടുംബ ബന്ധുക്കളുമായിട്ട് ടെലിഫോണിലൂടെയോ സന്ദർശന വേളയിലോ സംസാരിച്ചിട്ട് അടുത്ത ഞായറാഴ്ച മുതൽ കഴിവതും കുടുംബസമേതം ഇതിൽ പങ്കെടുക്കുന്നതിന് അവരോട് താല്പര്യപ്പെട്ട് പ്രേരിപ്പിച്ച് ഇതിനെ വിപുലപ്പെടുത്തുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കണം. കുടുംബസമേതം എന്നാണ് ഞാൻ പറഞ്ഞത്. കുടുംബസമേതം എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് നമ്മള് ഇമ്പത്തോടുകൂടി കൂട്ടായിരിക്കുമ്പോഴാണ് കുടുംബമാകുന്നത്. നമ്മൾ പറയുന്ന കുടുംബമല്ല കുടുംബം. ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഭാര്യ, ഭർത്താവ്, മക്കളെ, അച്ഛനെ, വലിയച്ഛനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയില്ല. ഇമ്പത്തോടുകൂടി കൂട്ടായിരിക്കുമ്പോൾ കുടുംബമായി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളെ ഇമ്പത്തോടുകൂടി നിങ്ങൾ വരണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ വരുമ്പോൾ വീട്ടിലുള്ള കുട്ടികളെ വീട്ടിട്ട് വരരുത്. അവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. അത് പറയുമ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഓരോ വീട്ടിലും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികളെ 9 പേരാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം അവരെ ട്യൂഷന് വിടുക, അതിന് വിടുക, ഇതിന് വിടുക, മറ്റേതിന് വിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിൽ എത്ര പേർക്കറിയാം പല കുടുംബങ്ങളിലെയും കുട്ടികളുടെ മാനസിക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു? എന്താണ് ഈ മാനസിക രോഗം എന്ന് പറയുന്നത്? നമ്മുടെ ഉടനെ മനസ്സിൽ വരുന്നത് ഭ്രാന്താണെന്നല്ല, വിഷാദ രോഗം. ഇന്ന് പല കുട്ടികളും ഉള്ളത്. നമ്മുടെ കുട്ടികളോട് വരണമെന്ന് പറയുമ്പോൾ അവർ പറയും, എനിക്ക് വരാൻ പറ്റില്ല, കാരണം എന്റെ കണക്കിന്റെ ട്യൂഷനുണ്ട്, എനിക്ക് നാളെ സ്കൂളിൽ പോകുന്നതിന് വളരെയധികം ഹോംവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ വീട് വിട്ട് കഴിയുമ്പോൾ അവർ ചെയ്യുന്ന എന്താ? ടെലിഫോൺ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ, ഇല്ലാത്ത വീടൊന്നുമില്ല. മൊബൈലിൽ നിന്ന് വളരെ സുന്ദരമായിട്ട് ഇന്റർനെറ്റ് കിട്ടും. ഈ ഇന്റർനെറ്റിലൂടെ അവരെ പല
നമ്മുടെ ജനാലകൾ ഉണ്ടെങ്കിൽ കർട്ടന് മുകളിൽ വേറൊരു കർട്ടനോട് ഇടുവാണ്. എന്നിട്ട് അവർക്ക് വേണ്ടുന്നത് ഇരുണ്ട മുറിയാണ്. എന്നിട്ട് അവർ ഇങ്ങനെ അവിടെ ഇരിക്കും. നമ്മളെ കാണുമ്പോൾ പുസ്തകം എടുക്കും, അല്ലാത്തപ്പോ ഒന്നും ചെയ്യില്ല. ഈ വിഷാദ രോഗത്തിൽ നിന്ന് കുട്ടികളെ നിങ്ങൾക്ക് വെളിയിൽ കൊണ്ടുവന്ന് വളർത്തിയെടുത്ത് വലുതാക്കി എടുക്കണമെങ്കിൽ കുടുംബ സംഗമത്തിൽ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒപ്പത്തെ കേൾക്കുന്നതിന് ഏറ്റവും ഉത്തമമായ മാർഗം ഇവിടെയാണ്. അതുകൂടാതെ തന്നെ ഒരു കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഒരു വൃക്ഷം നമ്മുടെ വീട്ടിലെ ഈ തുളസിയോ മുല്ലയോ അല്ലെങ്കിൽ അമ്പലത്തിയോ ഒക്കെ വളർത്തുന്നതിന് വേണ്ടി ഇവിടെ ഡൽഹിയിൽ ഒരു ചട്ടി വാങ്ങാറുണ്ട്. ഈ ചട്ടിക്കാണ് നമ്മളത് നടും, വളവും ഇടും, വെള്ളവും ഇടും, കാര്യങ്ങളൊക്കെ ചെയ്യും, വളർത്തും. ഇതേ തുളസി തന്നെ നാട്ടിലെ നമ്മുടെ അയ്യത്തെ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഏതെങ്കിലും ഭാഗത്ത് വളർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ വളർന്നു കഴിയുമ്പോൾ എത്ര വിപുലമായിട്ടാണ് വളരുക, എത്ര സുഗന്ധമാണ് ആ തുളസിയിൽ നിന്ന് വരിക. പക്ഷെ ഇവിടെ രാവിലെ വൈകിട്ട് വെള്ളമൊഴിച്ച് വളവും ഇട്ട് തുളസി പ്രാർത്ഥനയും ചെയ്തിട്ടും അതിന് മണമില്ല, മണം തരത്തുമില്ല. നമ്മൾ വളർത്തുന്ന ഇത് കുട്ടികളെ ഇതുപോലാണ്. ഈ പൂച്ചട്ടികളില് നമ്മളെ ചെടികൾ വളർത്തുന്നത് പോലെ കുട്ടികളെ വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള വികസനങ്ങളും വിജ്ഞാനപരമായിട്ടുള്ള വികസനങ്ങളും കൊടുക്കാനുള്ള മാധ്യമങ്ങളിൽ നിന്ന് അവളെ അല്ലെങ്കിൽ അവനെ വേറിട്ട് നിർത്തി വീട്ടിൽ നിർത്തുന്നതുകൊണ്ട് അവർക്ക് ആ അറിവ് സമ്പാദനം ലഭിക്കുന്നില്ല. അതെങ്ങനെ ലഭിക്കും? ഇങ്ങനെയുള്ള സംഗമത്തിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത പ്രാവശ്യം മുതലേ കുടുംബമായിട്ട് വേണം വരാൻ. അത് കെട്ടിയവരും ഉൾപ്പെടെ കാണണം. ഇത്രയും സ്ത്രീകൾ പോലെ സ്ത്രീകളോടൊപ്പം തന്നെ അവരവരുടെ ഭർത്താക്കന്മാരുണ്ടായിരിക്കണം, അവരോടൊപ്പം തന്നെ കുട്ടികളും ഉണ്ടായിരിക്കണം. വന്നിരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ സ്ഥലത്തൊക്കെ പുരോഗമുണ്ട്, സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെ. പക്ഷെ ഇങ്ങനെയുള്ള സംഗമത്തിൽ വരുമ്പോൾ കുടുംബം ഒന്നായിട്ടിരിക്കണം. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരിക്കുക. ഇവിടുത്തെ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ വരാം, അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ കൂട്ടത്തോടെ ഇമ്പമായിട്ടിരുന്ന് കേൾക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വളർച്ചയുടെ വികാസമാണ് ആരംഭിക്കുക. അപ്പൊ ഇതൊരു നല്ല സംരംഭമാണ് ആരംഭിച്ചിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്, വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ സത്സംഗം ഇവിടെ നടത്തിയിരുന്നു. ഇനിയുമുള്ള കാര്യങ്ങൾ ചർച്ച നടത്തുക എന്ന് പറയുന്നത്, ഈ ചർച്ചയിൽ കുട്ടികൾ ഏർപ്പെടുമ്പോൾ, മുതിർന്നവർ ഏർപ്പെടുമ്പോൾ അവരുടെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറയും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അവരുടെ വ്യക്തിത്വത്തിന്റെ വികസനമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു വിഷയം എന്ന് പറയുന്നത് ആ വിഷയത്തിലെ വ്യാപ്തമായിട്ടോ ആന്തരികമായിട്ടോ ഗഹനമായിട്ടോ ഒന്നും പഠിക്കണമെന്നില്ല. പക്ഷെ ഒരു വിഷയത്തെ പറ്റി പ്രതികരിക്കാനുള്ള ഒരു സവിശേഷത ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇന്ന് ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം. അതിനുവേണ്ടി ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. വിഷയത്തിൽ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ തന്നെ മറുപടി പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിലൂടെ ഉദ്ദേശിക്കുന്നത് അവരിലെ വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുത്തിട്ട് ഇന്നത്തെ സമയത്തിന് അനുസൃതമായിട്ടുള്ള ശക്തിയും അതിനുള്ള കഴിവും നമ്മുടെ ഈ സമുദായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഉണ്ടാക്കിയെടുക്കുന്ന അവസരം നിങ്ങൾ ഉണ്ടാക്കണം. ഇത്രയും കാര്യങ്ങൾ മുഖപുരയായിട്ടാണ്. ശേഷം ഞാൻ കാരണം സാധാരണ സമയമൊന്നും പോയിക്കോട്ടെ, കാരണം എനിക്ക് സമയം അറിയില്ല. സംസാരിക്കാൻ തുടങ്ങിയാൽ പലതും ഞാൻ പറഞ്ഞു പോകും. ഇനിയും വിഷയം മിശ്ര വിവാഹം. മിശ്ര വിവാഹം വേണമെന്നാണോ വേണ്ടെന്നാണോ? മിശ്ര വിവാഹം കൊണ്ട് വല്ല വിശേഷമുണ്ടെന്നാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രഭാഷണങ്ങൾ സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ചെയ്യാറുണ്ട്. ഒരു തരത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവർ പ്രൊഫഷണലാണ്, രാഷ്ട്രീയക്കാർ. അവരെ ഏത്
ചിന്തനം ചെയ്യും, മനനം ചെയ്യും. നേരത്തെ അവർ വിഷയം ചോദിക്കും. വരുന്നതിന് മുമ്പ് ഒരു നാൾ മുമ്പ് സാധാരണഗതിയിൽ പ്രഭാഷണമോ അല്ലെങ്കിൽ കാര്യവയ്ക്കുന്ന ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് ആ വിഷയത്തെ പറ്റി ചിന്തനവും മനനവും ചെയ്തുകൊണ്ടാണ് അടുത്ത ദിവസം പ്രസംഗിക്കുക. കാരണം ഒരു കാര്യം പറയുമ്പോൾ അതിൽ മറ്റുള്ളവരുടെ മേൽ ഒരു പ്രഭാവം ഉണ്ടായിരിക്കും. ആ പ്രഭാവം തെറ്റുവാകും ശരിയാവും. പറയുന്ന വ്യക്തി പറഞ്ഞിട്ട് പോകും. തെറ്റായ പ്രഭാവം ഉണ്ടായി കഴിഞ്ഞാലോ ദോഷം ഉണ്ടാവുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിക്ക്. അപ്പൊ ഇങ്ങനെയുള്ളൊരു വിഷയത്തെ പറ്റി സംസാരിക്കുകയെന്ന് വ്യക്തമായിട്ട് എനിക്ക് അതിന് അറിയില്ല. അല്ലെ, എന്നോട് പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനവിടെ ഇരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ. ഞാൻ ഓർത്തു കിട്ടുന്ന അവസരമല്ലേ ഒരു ഫോട്ടോ. കാരണം ഇപ്പൊ ഒക്കെ ആൾക്കാരെ വരുന്നുണ്ട്, അവിടെ വരാനില്ല. അപ്പൊ അതിന് ഞാനിവിടെ വന്നു കഴിഞ്ഞു. ഇരുന്ന് കഴിഞ്ഞു പറഞ്ഞു വിശുദ്ധ വിഭാഗം ആയിക്കോട്ടെ. എന്താ പറയുക, എവിടാ തുടങ്ങുക, എവിടെയാ അവസാനിപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും കുളത്തിലാക്കട്ടെ നമ്മളെല്ലാം കൊണ്ടുവന്ന എല്ലാവരോട് പറഞ്ഞത് വിശ്രമകാലത്തെ പറ്റി കെട്ടിക്കിട്ടിരിക്കുമ്പോ എന്റെ മോൻ ഇപ്പൊ കുളത്തില അതിന് ഉത്തരം പറ എന്നാ ചെയ്യുക പറ്റുമോ? ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ മനോരഞ്ജൻ നല്ല പ്രസാദമുണ്ട്. അദ്ദേഹം പറഞ്ഞപ്പോൾ നിരാകരിക്കാൻ പറ്റില്ല. എന്തായാലും വേണ്ടില്ല, ഉത്സവത്തിന് പോയിക്കൊണ്ട് ചെയ്തത്. പക്ഷെ ഒരാൾ ആനപ്പുറത്ത് കയറാൻ പറഞ്ഞാൽ കീറുക, നാളെ കയറുക ആനപ്പുറത്ത്. ഒരു കാര്യം പറയാം, ആനപ്പുറത്തൊരു വിശേഷതയുണ്ട്. ആനപ്പുറത്ത് കയറിയിരിക്കുന്നതിന് സുഖോറിയുള്ളേ. കാരണം അതിന്റെ ആ എല്ല് അതിന്റെ മുകളിൽ ഇരുന്ന് കഴിയുമ്പോൾ സംഗതി മാറുമേ. അപ്പൊ വിഷയത്തിന് എനിക്ക് സംഗതി കിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ കാണുന്നതാണ്. അപ്പൊ കല്ലറ മനോസാറിവിടെ സംഗതി സാമ്പത്തിക ഇത് ചെയ്തോ അറിയാൻ പറഞ്ഞേക്കാം. അനുഭവസ്ഥനെ കൊണ്ട് പറയിപ്പിക്കുക. അനുഭവം എന്ന് പറയുന്നത് അതിലേക്ക് ഇനി വരാം. അനുഭവം എന്ന് പറയുന്നില്ലേ. അപ്പൊ അനുഭവം അദ്ദേഹം പറഞ്ഞാണെങ്കിൽ എനിക്കുള്ളതൊരു മിശ്ര വിവാഹമാണ്. അപ്പൊ അതിന്റെ അനുഭവം എനിക്കൂടെ വിവരിക്കാൻ പറ്റുമോ? എന്റെ വിവാഹത്തിന്റെ കാര്യം. അപ്പൊ അതിന്റെ പരിമിതിയില്ലേ, അതല്ലല്ലോ പ്രധാനപ്പെട്ടത്. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത എനിക്കറിയാം, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളൊക്കെ വളരെയധികം ഗഹനീയമായിട്ടുള്ളതാണ്, ചിന്തനീയമായിട്ടുള്ളതാണ്, വ്യാപകമായിട്ടുള്ളതാണ്. പലപ്പോഴും കുടുങ്ങുകയും ചെയ്യും പലരും. കഴിഞ്ഞ പ്രാവശ്യം നാനിയുടെ വന്നപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠാപനത്തിന് അന്ന് നമ്മുടെ ശീലാചന്ദ്രനെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന് തത്വമീമാംസയെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വിഷയം പറഞ്ഞത്. വളരെ ശുദ്ധ മനസ്സിലുള്ള, വളരെ നിർമ്മല മനസ്സുള്ളൊരു ഒരു വ്യക്തിയാണത്. സ്റ്റേജിൽ കയറിയപ്പോ തന്നെ ആള് പറഞ്ഞു, എനിക്ക് മീമാംസ എന്താണെന്ന് പോലും തിരിച്ചറിയാനാവുന്നില്ല. നമ്മുടെ മനസ്സിനെ കൊണ്ട് വിഷയം എന്ന് പറയുന്ന പോലെയാണ് സംഗതി. പക്ഷേ ഇനി നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്തൊക്കെ കാര്യങ്ങളിലേക്ക് കടക്കും. വിവാഹം, മിശ്ര വിവാഹത്തിലേക്ക് പോകുന്നത്. സാധാരണഗതിയിലെ മിശ്ര വിവാഹം പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നത് ഗുരുദേവനെ സഹോദരനെ അപ്പനോട് മിശ്ര വിവാഹത്തെ പറ്റി, മിശ്രബോധനത്തെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് അത് ഇവരുടെ സമുദായത്തിലെ ചില വ്യക്തികളുടെ ആഗ്രഹപ്രകാരം ഗുരുദേവൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം കരിയക്ഷത്തിൽ എഴുതിയത് ചില പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മിശ്ര വിവാഹം എന്ന് പറയുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് ഈ വിവാഹം? ഇന്ന് സ്വസമുദായത്തിലുള്ള വിവാഹം പോലും നടക്കുന്നത്, നടന്നു കഴിഞ്ഞാൽ 5 or 6 മാസം കഴിയുമ്പോൾ ഉടനെ തന്നെ അവിടെ കേൾക്കുന്നൊരു ധ്വനിയുണ്ട്. ആ ധ്വനി വേറൊന്നുമല്ല, മോചന, വിവാഹമോചനം. എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു. എത്രയോ ഇന്നത്തെ തലമുറകളിൽ, ഇന്നത്തെ ആൾക്കാർ വിവാഹം കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. എവിടെയാണ് നമുക്ക് ഈ കുഴപ്പം പറ്റിയത്? വിവാഹം എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്കിന്റെ വ്യാപ്തിയോ അർത്ഥവും ശുദ്ധിയും മനസ്സിലാകാതെ പോയ ഒരു സമൂഹമാണ് ഇന്ന് ഉള്ളത്. മാതാപിതാക്കളായാലും കൊള്ളാം, ഇന്നത്തെ തലമുറയായാലും കൊള്ളാം. ഈ കഴിഞ്ഞിടയില് ഇന്ന് അധികം നിങ്ങളുടെയൊക്കെ പരിസരത്തുണ്ടാവും പാലഗോകുലം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകും. പല പേരുകളാണുള്ളൂ. അത് പല അതിനോട് ചുറ്റിപ്പറ്റി കുറെ പേരുകളൊക്കെ ഉണ്ടാകുന്നുള്ളൂ.
പറയേണ്ടുന്നത്? അത് രാമന്റെ കാര്യമാണോ പറയുന്നത്? എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞ മൂല്യച്യുതി. ചുതി എന്ന് പറഞ്ഞ നാശം, മൂല്യങ്ങളുടെ നാശം, ഇന്ന് സംഭവിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ നാശം. ഞാൻ പറഞ്ഞ ആർക്കാ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചത് ഇവിടെ പറഞ്ഞ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. മൂല്യങ്ങളില്ല, അവര് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല, പറയുന്നത് അനുസരിക്കുന്നില്ല. വലിയച്ഛനെയും വലിയമ്മയെയും ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല, നിസ്സാര കാര്യമായിട്ട് മാറുന്നു. ആരെങ്കിലും വീട്ടിൽ വന്നാൽ സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. ടാബെന്നോ ഫോണെന്നോ ഒക്കെയുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് അത് ചൊട്ടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം അവർക്ക് ചോദിക്കാനില്ല, പറയാനുമില്ല. പിന്നെ എന്തെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞാൽ തർക്കുത്തരമല്ലാതെ വേറൊന്നും പറയില്ല. കൂട്ടുകെട്ടോ അതിനുശേഷം എന്താ ചെയ്യുക? അപ്പൊ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. അതിനു വേണ്ടി അവരുടെ വഴിപ്പാതയെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗത്തിനായിട്ട് ഇതേതോടെ ഒന്ന് വരണം, ഒന്ന് സംസാരിക്കണം. ഞങ്ങൾ അത്രയും മതിയോ? അത് മതിയോ? അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാവും. ഞാൻ പറഞ്ഞ നിങ്ങൾ തൃപ്തരാവും, ഞാനാവില്ല. അതെന്താ? ഞാൻ പറഞ്ഞ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന കുട്ടികൾക്കല്ലല്ലോ, സംഭവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കല്ലേ. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണ് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നത്. അത് കുട്ടികളിലേക്ക് വ്യാപിക്കും എന്നേ ഉള്ളൂ. അല്ല, കുട്ടികളെ ഒന്നും വിശേഷപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതെന്താണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നേരത്തെ ഉള്ളൊരു കാലത്തൊക്കെ നമ്മള് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൂട്ടത്തിൽ അയലത്തുള്ളൊരു കുട്ടിയോടുണ്ടെന്ന് വെച്ചാൽ അതും കൂടെ വർത്താനം പറഞ്ഞ് നമ്മൾ പോകും. സുഖമായിട്ട് പോവുകയും ചെയ്യും, ഉണക്കുകയും ആക്കിയിട്ട് രണ്ടാമത് തിരിച്ചു വരികയും ചെയ്യും. ഒരു കുഴപ്പമില്ല, ആ വീട്ടിലാതെ ഉണ്ടാക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും, ആ പ്രശ്നമില്ല. ഇന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ശരി, ഈ കുട്ടി അതിൻ്റെ കൂടെ എങ്ങനെയാ പോയേ, അതെന്താ കഥ, എന്തെങ്കിലും ഇല്ലാതിരിക്കോ, ഏതായാലും തീ ഇല്ലാതെ പോകാം, അത് വരില്ല. അതാണ് മൂല്യച്യുതി. അതായത് നാം ഇന്ന് മറ്റൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന തെറ്റായ ധാരണകളും വിചാരങ്ങളും അതിന്ന് വലിയവർക്കാ കൂടുതൽ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് എനിക്കറിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് 6 മണി കഴിഞ്ഞ് ടെലിഫോൺ ചെയ്യാൻ പറ്റില്ല. വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ട് 10 മണി വരെ ഒരാളെ ടെലിഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ കട്ട് ചെയ്യും. എന്താ? മുന്നിലെ ടിവിന്റെ മുന്നിലിരിക്കുക, അവിടെ മുഴുവൻ നടക്കുന്നത് എന്താ? സീരിയൽ. എന്താ സീരിയൽ പോലും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കാണാറില്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഈ സീരിയലാണ്. കണ്ടോട്ടെ, മനസ്സുപോലെ കണ്ടോട്ടെ. പക്ഷെ വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, സീരിയലിൽ കാണിക്കുന്നത് വൈവാഹിക ജീവിതമുള്ള കുടുംബത്തിലെ സ്ത്രീ പോലും അയലത്തെ ഒരുത്തിനെ കണ്ടു കാണിക്കുന്നതല്ലേ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത്. കാരണം അത് സീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെ നമ്മൾ സ്വയം മൂല്യച്യുതിയിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്കും ഉണ്ടായല്ലോ അത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് കുട്ടികൾക്കല്ല വിശേഷമായിട്ട് പറയേണ്ടുന്നത് ആദ്യം മുതിർന്നവർക്കാണ്. അവരുടെ ചിന്തകൾക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതിനാലാണ് ഇന്ന് കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിക്ക് പ്രധാനമായിട്ടുള്ള കാര്യം. അത് മാറ്റിയെടുത്തെങ്കിലേ മാറത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ മിശ്ര വിവാഹമാവട്ടെ, സ്വജാതി വിവാഹമാവട്ടെ, ഈ ഒരു വിശേഷമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ വിവാഹം എന്താണെന്ന് മനസ്സിലാക്കണം. കല്യാണം എന്താണെന്ന് പറയണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം ഒരു കാലത്ത്, അതായത് നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരുടെ കാലത്ത്, ഇന്നത്തെ കാലത്തൊന്നുമല്ല, വൈവാഹിക ജീവിതത്തിനും വിവാഹത്തിനും ഒരു വലിയ നിർബന്ധത ഉണ്ടായിരുന്നു, ഒരു വലിയ ശുദ്ധി ഉണ്ടായിരുന്നു, ഒരു പരിശുദ്ധത ഉണ്ടായിരുന്നു, ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്നോ എന്താണ് ഈ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് തന്നെ? ഒരു വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു ബന്ധമാണ്. ലൗകിക ജീവിതത്തിലെ, ഭൗതിക ലൗകിക ജീവിതത്തിലെ ഒരു ബന്ധം
ഇന്ന് എത്ര വീട്ടില് ഈ ആധ്യാത്മികതയുണ്ട്? അധ്വാനം പറഞ്ഞ ഭാര്യ ഭർത്താവ് കൂടി ഇരുന്നിട്ട് രാമായണം വായിക്കാനല്ലേ നമ്മള്? ആധ്യാത്മികതയുടെ അർത്ഥമൊന്നും അതല്ല. പക്ഷെ ആ സമയത്ത് ഒരു വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ വിവാഹിതരാവുന്നവരെ തന്റെ ലൗകിക ഭൗതിക ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ ഒരാൾ മറ്റുള്ളവരുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സഹകരണത്തോടും സ്നേഹത്തോടും വിശ്വാസത്തോടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതം, അതിന്റെ അവരുടെ സന്തോഷത്തിന്റെ ലഹരിയിലുണ്ടായ സന്താനങ്ങൾ ഈ ജീവിതത്തിന്റെ ഈ വൈവാഹിക ജീവിതത്തിന്റെ വഴിപിരിവ് തന്നെ ഇന്ന് മാറിയില്ലേ? ഇന്ന് എനിക്കറിയാമല്ലോ, വൈവാഹിക ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ മദ്യപാനത്തിലേക്ക് പോകുന്ന പല കുടുംബങ്ങളെയും പറ്റി. ഈ മദ്യപാനത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ തലമുറ നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കുന്ന? വസ്തുക്കൾക്കെല്ലാം മാറ്റമുള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് വിശേഷമില്ല. കാരണം ഇന്ന് സംഭവിച്ചിരിക്കുന്ന എന്നാന്ന് ചോദിച്ചെന്ന് പറഞ്ഞാല് പാലിനകത്ത് കാര്യം ചേർത്ത് കൊടുത്തെങ്കിലല്ല അവർക്ക് ദഹിക്കുള്ളൂ. അല്ല ശുദ്ധ പാല് കുടിച്ചാൽ ദഹിക്കോ? ഇന്നിപ്പോ ഇതല്ലേ നമുക്ക് കിട്ടുന്നത്. വന്നത് എന്നാന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധതയും ഈ ആധ്യാത്മികതയും ഇന്ന് നമ്മുടെ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഈ മാറിപ്പോകലാണ് ഇന്ന് വിവാഹം ഒരു വലിയ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ്, അതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ പോയപ്പോഴാണ് ഇവിടെ മോചനം എന്ന ശബ്ദം കയറി വന്നത്. ഇന്ന് എത്രയോ വീടുകൾ നമ്മള് മുമ്പിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പിന്നിലെ പഴക്കം വക്കാണോ ഒന്നും തീർന്നും എന്തൊക്കെയാ വീട് നടക്കുക, ഓരോ വീട്ടിൽ ചെന്ന് നോക്കുക. പക്ഷെ നമ്മളെ മറ്റുള്ള മുമ്പിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കുടുംബജീവിതം അല്ലാതെ വേർതിരിക്കുന്ന ഒരു സന്ദർഭത്തില് നമ്മള് ഇതും കിടന്ന അപ്പുറത്തേക്ക് മിശ്രത്തിലേക്ക് കയറണോ, മിശ്ര വിഭാഗത്തിലേക്ക് ചാടണോ, അതുകൊണ്ട് പ്രയോജനമുണ്ടോ, ഇതൊക്കെയാണ് ചിന്തിക്കണം. യഥാർത്ഥത്തിൽ വേണ്ടുന്നത് മിശ്ര വിവാഹം ആയിക്കോട്ടെ. മിശ്ര വിവാഹവും നല്ലതാണ്, സ്വജാതി വിവാഹവും നല്ലതാണ്, യാതൊരു സംശയമില്ല. പക്ഷേ വിവാഹ ജീവിതത്തിന്റെ വൈവാഹിക ബന്ധത്തിന്റെ ശുദ്ധതയും പരിശുദ്ധതയും അതിന്റെ മഹത്വവും ഉള്ളിടത്തോളം കാലം സുഖമാണ്, സന്തോഷമുള്ള വസ്തുവാണ്. അതില്ലാത്തിടത്തോളം കാലം അതേതൊക്കെ ചെയ്താലും ഈ വിവാഹം ഏത് രൂപത്തിലും ഏത് നിറത്തിലും പോയാലും വിശേഷമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇത് എന്റെ തോന്നലാണ്. പക്ഷെ എന്റെ തോന്നലിന് തെറ്റ് വരാമല്ലോ. കാരണം ഞാനൊരു വ്യക്തി, ഞാൻ ചിന്തിക്കുന്ന രീതി നിങ്ങളാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഈ വിഷയത്തില് ശരിയെത്ര തെറ്റെത്ര, ശരിയോ തെറ്റോ ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ നമുക്ക് കണ്ടറിയാൻ ഒരേ ഒരു മാർഗം എന്താ? ആ മാർഗമാണ് ചർച്ച. വിഷയത്തിൽ സംസാരിക്കുക. അതിനെ സംസാരിക്കുന്ന ഒരു സദസ്സ്, ഈ സദസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെ പലപ്പോഴും ചെറിയൊരു സങ്കോചം ഉണ്ടാവും. ഞാൻ വല്ലതും പറഞ്ഞാൽ വിഡിതമാവോ, ശരിയാവോ, ഉത്തമോ ആവോ, നാളെ എന്തെങ്കിലും, കാരണം പ്രത്യേകിച്ച് ഈ സമുദായത്തിനൊരു കുഴപ്പമുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് അടുത്ത ദിവസം പാരവരും. 12:20 അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു മടിയുണ്ടാവും. പക്ഷെ മടിക്കേണ്ട, നമുക്ക് ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാം. ചർച്ചയാണ് ഇതിനകത്ത് പ്രാധാന്യം. വിഡിതമായിക്കോട്ടെ, ശുദ്ധമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു അഭിപ്രായം കാണും. ശരിയുമാവാം, തെറ്റുമാവാം, ഇതിന് രണ്ടിന് ഇടയ്ക്കാവാം, നല്ലതാവാൻ ചെയ്ത് എന്തുമായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ഇന്നത്തെ ഈ വിഷയത്തില് പ്രതികരിക്കണം. അത് എന്തിനാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, കേവലം നമുക്കൊരു വിഷയത്തെ പറ്റി അറിയുന്നതിന് മാത്രമല്ല, മറിച്ച് നമ്മുടെ ബുദ്ധിയുടെയും അറിവിന്റെയും വികാസം കൂടെ പ്രാപ്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും
ഈ വിഷയത്തിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ അറിയുന്നതിന് വേണ്ടിയും ഓരോരുത്തരെയും ഞാൻ സമീപിക്കാം. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ യൂണിയൻ കമ്മിറ്റി മെമ്പറാണെന്ന് തോന്നുന്നു അല്ലേ? കൗൺസിലർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇദ്ദേഹത്തെ തന്നെ നമുക്ക് സമീപിക്കാം. ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മിശ്ര വിവാഹത്തെ പറ്റി എന്താണ് അഭിപ്രായം? എന്താണ് പേര്? എന്താണ് പേര്? സതീശൻ എന്നാണ് പേര്. എവിടെ ശാഖയില്? ആർക്കപ്പുര ശാഖയിൽ നിന്നാണ്. നാടെവിടെയാ? ആറ്റിങ്ങലാണ്. ഇവിടെ താമസിക്കുന്നതും ആർക്കപ്പുറം തന്നെ. അതെ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ മിശ്ര വിവാഹത്തെ കുറിച്ചുള്ള അഭിപ്രായത്തെക്കാളും പ്രധാനമായിട്ട് ഒരു കഥയാണ് പറയാനുള്ളത്. അതായത് ഗുരു നിത്യതേരി അത്യാവശ്യമായിട്ട് ഡൽഹിക്ക് വരെ പോകണമായിരുന്നു, വർക്കലായിട്ട്. അപ്പോൾ വിദേശത്ത് നിന്ന് കുറേ വിത്തുകൾ അദ്ദേഹം കൊണ്ടുകൊണ്ടിരുന്നു. അത് വർക്കല നാരായണ ഗുരുകുലത്തിൽ പല ചെടിച്ചട്ടികളിലായിട്ട് നട്ടു. അത് മുളയ്ക്കേണ്ട സമയം ആയപ്പോഴാണ് അത്യാവശ്യമായിട്ട് ഡൽഹിയിൽ പോയിട്ട് വന്നത്. അപ്പോൾ തോട്ടക്കാരനോട് പറഞ്ഞു, ഈ വിത്തുകൾ നട്ടിരിക്കുന്നതിലെല്ലാം വെള്ളം വയ്ക്കണം, അത് പൊടിക്ക് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡൽഹിക്ക് വന്നത്. ഡൽഹിക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് 2-3 ആഴ്ച കൂടുതൽ നിൽക്കേണ്ടി വന്നു. അത് കാരണം തിരിച്ചെത്താൻ ഏതാണ്ട് 2-3 മാസം വൈകി. തിരിച്ചെത്തി ചെന്നപ്പോഴത്തേക്ക് ഈ ചെടിച്ചെടികളൊക്കെ നോക്കിയപ്പോൾ ചില വിശേഷ വിത്തുകളാണ് അദ്ദേഹം അതിൽ നട്ടുവെച്ചിരുന്നത്. വിത്തുകളാണ് ബാക്കിയിരുന്നത്. ഈ തോട്ടക്കാരൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഏൽപ്പിച്ചില്ലെങ്കിൽ പോയത്. അദ്ദേഹം നോക്കിയപ്പോൾ ഇതിൽ കുറേ ചെടികൾ ഇങ്ങനെ പൊടിച്ചു നിൽക്കുന്നു. അദ്ദേഹം വിചാരിച്ചു ചില